എതിരാളികളുടെ കാര്യത്തിനകത്ത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ അർജൻറ്റീന ടീമിന് 5 പേരുടെ ലിസ്റ്റാണ് കൊടുക്കേണ്ടിയിരുന്നത്. അതിൽ നമ്മൾ മാക്സിമം ആൾക്കാരെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ 1-2 ആൾക്കാരും കൂടെ ഇന്ന് 2 ദിവസം കൊണ്ട് കൊടുക്കും. അത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരാഴ്ചയ്ക്കുള്ളിലേക്ക് അത് ഏകദേശം എതിരാളികളുടെ കാര്യത്തിൽ തീരുമാനമാവും. എന്തായാലും ഫിഫ 50 റാങ്കിങ്ങിൽ താഴെയുള്ളവർക്കേ നമുക്ക് കൊടുക്കാൻ കഴിയുള്ളൂ എന്നുള്ളതായിരുന്നു ആദ്യം തീരുമാനം. ഇപ്പം അങ്ങനെയില്ല, അത് ഞങ്ങൾക്ക് ഒഴിവാക്കി തന്നിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ഫിഫ 50 റാങ്കിങ്ങിലുള്ളവരെ മാത്രമേ കൊടുക്കൂ. കാരണം ഇപ്പോൾ ഓസ്ട്രേലിയ നമുക്ക് വന്നത് 24ാം റാങ്കിലുള്ള ആൾക്കാർ, അതാണ്. അതിന് താഴെയുള്ള ആൾക്കാർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ചിലപ്പം പിന്നെ ബ്രസീൽ പോലെയുള്ള ടീമുകളൊക്കെ ഉണ്ടല്ലോ. അപ്പം ഈ ഒന്നാം ടീമിനോട് കളിക്കാൻ വേണ്ടി താല്പര്യമുള്ള ടീമുകൾ ഇപ്പോൾ കൂടുതലുണ്ടാവും. GCC കൺട്രീസിൽ തന്നെയുണ്ട്. അതിനൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ വലിയ ഇവൻ്റാക്കി മാറ്റാൻ കഴിയും എന്നുള്ളതാണ്. ഞങ്ങളുടെ മനസ്സിലുള്ള റിപ്പോർട്ടർ TV മനസ്സിലുള്ള ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ 10-ാം തീയതി തുടങ്ങി 18-ാം തീയതി വരെയുള്ള സമയമുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് 3-4 ഇവൻറ്റ് നടത്താൻ കഴിഞ്ഞാൽ 4 ഇൻ്റർനാഷണൽ മാച്ച് നടത്താൻ കഴിഞ്ഞാൽ വലിയ വിജയമായിരിക്കും, കുറച്ചും കൂടെ വലിയ വിജയമായിരിക്കും. കുറഞ്ഞ സമയമേ ഉള്ളൂ. സർക്കാരുമായിട്ട് ആലോചിച്ചിട്ട്, ഗവൺമെൻറ്റും ആലോചിച്ചിട്ട്, മിനിസ്റ്റർ അബ്ദുറഹ്മാനൊക്കെ ആയിട്ട് ആലോചിച്ചിട്ട് തീരുമാനം എടുക്കുന്നുള്ളതാണ്. അവരാണ് ഇതിൻ്റെ എഫേർട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. ഞാൻ അതിൻ്റെ ഒരു റിപ്പോർട്ടർ TVയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇടയ്ക്ക് വന്ന ആളാണ്. ആദ്യത്തെ സ്പോൺസർ മാറിയ ശേഷം വന്നതാണ്. അതിന് ശേഷം ഞങ്ങൾ കാര്യമായി വൃത്തിയായി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ചാരിതാർത്ഥ്യം എന്ന് പറയുന്നത്. അത് ഇത്രയും വലിയൊരു കളിയാകുന്ന സമയത്ത് മറ്റുള്ള രാജ്യങ്ങൾ പോലും നോക്കിയിട്ട് നടക്കാത്ത കാര്യം നമ്മളെപ്പോലെ ഒരു കേരളത്തിലെ ഒരു കമ്പനിയും സർക്കാരും ഒരു സ്റ്റേറ്റും നോക്കിയിട്ട് നടക്കുന്നു എന്നുള്ളത് തന്നെ ഒരു വലിയ കാര്യമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഒരു വിജയമാവും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ച് ഒറ്റ കാര്യത്തോട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇത് എല്ലാവരും ഏറ്റെടുത്ത് വിജയിപ്പിക്കേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി സഹായിക്കുക, ഗവൺമെൻറ്റിൻ്റെ കൂടെ നിൽക്കുക, പ്രതിപക്ഷ പാർട്ടികളില്ലാതെ ഒറ്റക്കെട്ടായി നിന്ന് വിജയിപ്പിക്കുക. മെസ്സി കേരളത്തിലേക്ക് വരും എന്നുള്ളത് യാഥാർത്ഥ്യമാകുകയാണ്. ആ യാഥാർത്ഥ്യത്തിനൊപ്പം നിൽക്കുക, വലിയ വിജയമാക്കി മാറ്റുക. അതോടുകൂടി നമ്മുടെ ഒരു വലിയ മാറ്റം ഈ സംസ്ഥാനത്തിനുണ്ടാവും, വലിയ മാറ്റം, ഇതിന് മുന്നേറ്റം ഉണ്ടാവും. ആ മുന്നേറ്റത്തിനൊപ്പം നമ്മൾ നിൽക്കുക. കക്ഷി രാഷ്ട്രീയ സംവിധാനങ്ങളെല്ലാം മാറ്റി നിൽക്കുക. അതിനപ്പുറം നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആ കാര്യങ്ങൾ ചെയ്യുന്നതോടുകൂടി നമ്മുടെ വിദ്യാർത്ഥികൾക്ക്, നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ സംസ്ഥാനത്തിന് ഉന്നതി ഉണ്ടാവും. ഇതൊരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റായി മാറും എന്നുള്ളതാണ്. ഒരു സമയം പോലെയല്ല, നമ്മളൊരു ചെറിയ ഇവൻറ്റ് നടത്തി പോകുന്നത് പോലെയല്ല. ഭാവിയിലും ഇതുപോലെയുള്ള ഇവൻറ്റുകൾ നടത്താൻ വേണ്ടിയിട്ടും ഞാൻ പറയാം 2025 നവംബറിന് ശേഷം കേരളത്തിൻ്റെ സ്പോർട്സ് എങ്ങനെയായിരിക്കണം, 2025 മുൻപ് കേരളത്തിലെ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സ്പോർട്സ് മോശം എന്നുള്ളതല്ല ഞാൻ പറയുന്നത്, ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് ഉയർത്തുക എന്നുള്ളതാണ്. കേരളത്തിലെ ഞാൻ നേരത്തെ പറയായിരുന്നു, ഇന്ത്യക്ക് പുറത്ത് ഒത്തിരി ഇൻ്റർനാഷണൽ ഫുട്ബോൾ ക്ലബ്ബുകളുണ്ട്. ഇപ്പം ഇൻ്റർ മിയാമി പോലത്തെയുള്ള ക്ലബ്ബുകളുണ്ട്. അവിടേക്കാണ് അർജൻറ്റീന ടീമിൽ നിന്ന് മെസ്സി പോയി കളിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്. നമുക്കങ്ങനെ അറിയപ്പെടുന്ന ഈ 130 കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്ത് നമുക്കൊരു 15 പേരുടെ ടീം ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് നമ്മളതിൽ സത്യം പറഞ്ഞാൽ പരാജയമാണ്. അങ്ങനെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ടീമിനെ ഉണ്ടാക്കണം. ആ ടീമിൻ്റെ ഭാഗമായി ഇൻ്റർനാഷണൽ കളിക്കാരെ നമുക്ക് കൊണ്ടുവരാൻ പറ്റണം. മറ്റുള്ള രാജ്യങ്ങളിൽ കളിക്കുന്നവരെ നമുക്ക് കൊണ്ടുവരാൻ കഴിയണം. ആ കളിക്കുന്ന ടീമിനെ വലിയ വിജയത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റണം. അങ്ങനെ ആ ടീമിൻ്റെ കൂടെ നമ്മുടെ ഇവിടെ കളിക്കുന്ന ISL കളിക്കുന്നവരും ലീഗിൽ കളിക്കുന്നവരൊക്കെ അതിൻ്റെ ഭാഗമാക്കി മാറ്റി അങ്ങനെ നമുക്കൊരു ലോകകപ്പിലേക്ക് കയറാൻ കഴിയുള്ളൂ. അല്ലാതെ നമ്മളൊരു 10, 25, 50 കളിക്കാരെ ഇവിടെ ഉണ്ടാക്കിയതുകൊണ്ടൊന്നും ലോകകപ്പിലേക്ക് കയറാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അങ്ങനെയായി. കാരണം ഏത് ഇൻ്റർനാഷണൽ ക്ലബ്ബിലാണ് കളിക്കുന്നതെന്നാണ് കൂടുതൽ ചോദിച്ചു വരിക. അതിന് മത്സരങ്ങളും കാര്യങ്ങളൊക്കെ പോകേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് നമുക്കൊരു ടീം വേണം. റിപ്പോർട്ടർ TV അതിന് മുൻകൈ എടുക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഒരു ഇൻ്റർനാഷണൽ ടീമിനെ നമ്മളൊരു റിപ്പോർട്ടർ FC എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ടർ FC നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗം ഇൻ്റർനാഷണൽ ടീമിനെയൊക്കെ കൊണ്ടുവരാനും ഉദ്ദേശിക്കുന്നുണ്ട്. വലിയ മാറ്റം എന്തായാലും ഇതോടുകൂടി കേരളത്തിലുണ്ടാവും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ കൂടെ നിങ്ങളുടെ എല്ലാ സഹകരണം വേണം. ഈ സഹകരണത്തിനും ഇതുവരെ ചെയ്ത എല്ലാ സഹകരണങ്ങൾക്കും നന്ദി. താങ്ക് യു. ഇതുമായിട്ട് ബന്ധപ്പെടാത്ത കാര്യമാണ് നമ്മുടെ ഈ നേരത്തെ ഈ M-Phone ബന്ധപ്പെട്ട ബാധ്യതകളൊക്കെ എത്രമാത്രം നമുക്ക് അതിന് ബാധ്യതയുള്ളതായിട്ട് എനിക്കറിയില്ല. എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു, ആരെങ്കിലും പറഞ്ഞോ? അത് ചില മാധ്യമങ്ങൾക്കുൾപ്പെടെ ചില ബാധ്യതകളുണ്ട്. കേരളത്തിൻ്റെ ഒരു മാധ്യമത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്നറിയുമോ? കേരളത്തിൻ്റെ മാധ്യമത്തിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് കോൺട്രവേഴ്സി മാത്രം നോക്കി പോവുക എന്ന് ഞാൻ പറയില്ല. പക്ഷേ ഔചിത്യമില്ലാത്ത ചോദ്യം ഔചിത്യമില്ലാത്ത സമയത്ത് ചോദിക്കും എന്നുള്ളതാണ്. അത് ചോദിക്കേണ്ട സ്ഥലത്താണോ ചോദിക്കേണ്ടത് എന്നുള്ള ധാരണ ഇല്ലാത്തതുകൊണ്ടാണ്. കാരണം ഞാൻ ഈ റിപ്പോർട്ടറിൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ പത്രസമ്മേളനം നടത്തിയ സമയത്ത് വലിയ രീതിയിൽ നമ്മൾ പറയുകയാണ് മെസ്സി വരും, എഗ്രിമെൻ്റ് വെച്ചിട്ടുണ്ട്, വരും എന്ന് പറയുന്നുണ്ട്. പക്ഷെ അന്നേരം അത് കഴിഞ്ഞിട്ട് ആ സെക്കൻഡിൽ പറയുന്നത് മെസ്സി വരില്ല എന്നുള്ളതാണ്. എന്നാൽ പിന്നെ വരുമോ ഇല്ലയോ എന്നറിയുന്നത് വരെ. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളോട് ആരാ പറഞ്ഞത് മെസ്സി വരില്ല എന്നുള്ളത്? അർജൻറ്റീന പറഞ്ഞോ മെസ്സി വരില്ല എന്നുള്ളത്?
സർക്കാർ പറഞ്ഞോ വരില്ല എന്ന് പറയുന്നത്, റിപ്പോർട്ടർ TV പറഞ്ഞോ വരില്ല എന്ന് പറയുന്നത്, എല്ലാവരോടും നമ്മൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ വരില്ലയോ എന്ന്. അപ്പോൾ പറയുന്നതിന് അർത്ഥം എന്താണ്? ആ അർത്ഥത്തിൽ അതിനെ കൈകാര്യം ചെയ്യുന്നേ ഇല്ല. അപ്പോൾ എന്താണ്? അപ്പോൾ അതിന് വിശ്വാസ്യതയില്ല എന്നുള്ളതാണ്. അപ്പം ശരി, എന്നാൽ റിപ്പോർട്ടർ TV പറയുന്നതിനകത്ത് മാധ്യമങ്ങൾക്ക് വിശ്വാസ്യതയില്ല, മാറ്റി കൊടുക്കുക, ഒരു എതിർ ചാനലാണ് എന്നുള്ളതിലേക്ക് മാറ്റി വെച്ചോളൂ. സർക്കാരിൻ്റെ മന്ത്രി പറയുകയാണ് മെസ്സി വരും എന്ന് പറയുന്നത്, പക്ഷേ വിശ്വസിക്കുന്നില്ല. ലാസ്റ്റ് ഇവിടുന്ന് ഒരു മാധ്യമം അവിടേക്ക് മെയിൽ അയച്ചു അർജൻറ്റീനയ്ക്ക് മെയിൽ അയച്ചതിനകത്ത് 5 ചോദ്യമുള്ളത്. 5 ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ചോദ്യം തുടങ്ങി ഇങ്ങോട്ട് നോക്കിയാൽ അറിയാം ഇവിടെ എവിടെയാണ് കളി, എഗ്രിമെൻറ്റ് വെച്ചിട്ടുണ്ടോ, എത്രയാണ് എമൗണ്ട്, എങ്ങനെയാണ് എഗ്രിമെൻറ്റ് വെച്ചത്, എങ്ങനെയാണ് കമ്പനി, ഇതൊക്കെ ചോദിക്കാം. വിവരാവകാശം ചോദിക്കുന്ന പോലെ ചോദിക്കുന്നുണ്ട്, തെറ്റില്ല. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? കേരളത്തിൽ ചോദ്യമല്ല, അതൊരു 4-5 പാരഗ്രാഫാണ്. അതിൻ്റെ അകത്ത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കേരളത്തിൽ ഫിഫ റാങ്കിങ്ങിലുള്ള സ്റ്റേഡിയം ഇല്ല എന്നുള്ളതാണ്. രണ്ടാമത്തത് ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതുപോലൊരു സംസ്ഥാനത്ത് വരലുണ്ടോ, അങ്ങനെ വന്നതായിട്ട് ചരിത്രമില്ലല്ലോ, കേരളം ഒരു സംസ്ഥാനമാണ് എന്നുള്ളത് ഫിഫനെ പഠിപ്പിക്കുകയാണ്. പിന്നെ അങ്ങോട്ട് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ചെറിയ കമ്പനിയായിട്ട് നിങ്ങൾ എന്തിനാണ് ഡിസ്കസ് ചെയ്ത് എഗ്രിമെൻറ്റ് വെക്കാൻ പോകുന്നത്? മൂന്നാമത്തെ കാര്യം എന്തിനാ? ഇത്രയും പൈസയും കൊണ്ടൊക്കെ നിങ്ങൾ കളിക്കാൻ വരുമോ? കേരളത്തിലെ മാധ്യമങ്ങൾ ചോദിക്കുന്നതാണ്. ആരോട്? ഫിഫേനോട്. ഞാൻ പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സംവിധാനത്തെ മുടക്കാൻ വളരെ എളുപ്പമാണ്. ഒരു ബുദ്ധിമുട്ടുമില്ല ഒരു സംവിധാനത്തെ മുടക്കാൻ വേണ്ടിയിട്ട്. ഈസി ആയിട്ട് ആ സംവിധാനത്തെ മുടക്കാം. അത് നിങ്ങൾക്ക് ആരോപണം ഉന്നയിച്ചിട്ടോ ഞാൻ എപ്പോഴും പറയുന്നത് ഒരാൾക്കെതിരെ കോൺട്രവേഴ്സി വന്നാൽ ആ ആൾക്കെതിരെ ഉണ്ടാകുന്നത് പോലെയല്ല ഒരു സ്റ്റേറ്റിനെതിരെ കോൺട്രവേഴ്സി വരുമ്പോൾ. സ്റ്റേറ്റിൻ്റെ ഒപ്പം പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് സ്റ്റേറ്റിൻ്റെ ഒപ്പം നിൽക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഒരു സ്റ്റേറ്റ് വികസനത്തിന് മുന്നോട്ട് പോയാൽ ആ സ്റ്റേറ്റിൻ്റെ ഒപ്പം നിൽക്കണം. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സംവിധാനങ്ങൾ മുഴുവനാണ്. അവിടെ പ്രതിപക്ഷം ഉണ്ടാകും, ഭരണപക്ഷം ഉണ്ടാകും, മാധ്യമങ്ങളുണ്ടാകും, എല്ലാ സംവിധാനങ്ങളും ഉണ്ടാകും. അതിൻ്റെ ഒപ്പം നിൽക്കണം. പക്ഷേ നിങ്ങൾക്ക് ഒരാൾക്കെതിരെ നിങ്ങൾ കോൺട്രവേഴ്സി വന്നോളൂ, അത് ബാധിക്കാൻ പോകുന്നത് അദ്ദേഹമാണ് മറുപടി പറയേണ്ടത്. പക്ഷേ ഒരു സ്റ്റേറ്റ് ഇനിഷ്യേറ്റീവ് എടുത്ത് ഒരു വലിയ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുവരുന്ന സമയത്ത് അത്ര രീതിയിലുള്ള വലിപ്പം അതിനെ കാണണം എന്നുള്ളതാണ്. ചില മാധ്യമങ്ങൾ എന്ത് ചെയ്യും? അതിനെ ഒതുക്കി ഇങ്ങനെയില്ല, അത് വന്നോട്ടെ എന്നുള്ള നിലയ്ക്ക് എടുക്കും. അതുണ്ടാക്കുന്ന ദോഷം എന്ന് പറയുന്നത് സ്റ്റേറ്റിനാണ്, അത് ഒരാൾക്കോ രണ്ടാൾക്കോ എന്നുള്ളതല്ല. ഇപ്പം മെസ്സി വന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. പക്ഷേ ഞാൻ കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അതാണ് ഞാൻ പറഞ്ഞത്, ചോദ്യങ്ങളുടെ എണ്ണം കുറഞ്ഞെന്ന് പറയാം. മെസ്സി വന്നില്ലെങ്കിൽ മാത്രമാണ് ഇതിനൊക്കെ ചോദ്യമുള്ളൂ, വന്നാൽ ഇതിനകത്ത് ചോദ്യമില്ല എന്നുള്ളതാണ്.